മോനെ ഇന്നലെ ഡോക്ടർ പറഞ്ഞത് അച്ഛൻ അർജൻറ്റായിട്ട് ഡയാലിസിസ് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് 30,000 രൂപയാവും. ഞാനിവിടെ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്. നിനക്ക് പൈസ അയക്കാനുണ്ടാവോ? മോന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ രാജീവേട്ടനോട് ചോദിക്കാം. പലിശ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. ഈ ആഴ്ചക്കുള്ളിൽ ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. മോൻ വിഷമിക്കൊന്നും വേണ്ട. ഒന്നും നടന്നില്ല, അമ്മേൻ്റെ കയ്യിൽ 2 വളയുണ്ട്. അമ്മേ, രാജീവേട്ടന് ഇപ്പം മൊത്തം എത്ര? ഹലോ ആടാ, എടാ എന്തായി നിന്റെ ലോഗിൻസ്? എൻ്റെ ഒന്നും ആയിട്ടില്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു ഫയൽ കൂടെ എങ്കിലും വേണം. രാജേഷ് സാർ നാട്ടിൽ പോകുന്നതിന് മുന്നേ 25th എല്ലാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞ. സാറാണെന്ന് വരുമല്ലോ. പോർട്ടൽ കണ്ടാൽ പുള്ളി എന്തായാലും വിളിക്കും. അല്ല, ക്വാളിറ്റി ഫയൽസ് ഒന്നുണ്ടോ എന്തെങ്കിലും തരാനായിട്ട്? ആണോ? വീട്ടിലാണെങ്കിലും ഇപ്പം ഭയങ്കര പ്രശ്നമാടാ. എങ്ങനെയായാലും റിവ്യൂ മീറ്റിങ്ങിന് മുന്നേ ഒരു ഫയൽ ഒപ്പിക്കണം. പിന്നെ രാജേഷ് സാറ് തന്നെയാണ്. നിനക്കറിയാമല്ലോ, ഇപ്പം ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ് ഫയറിങ്ങാ. അത് ഓർക്കുമ്പോഴും ടെൻഷൻ. എടാ, രാജേഷ് സാർ വിളിക്കുന്നു, ഫോൺ ചേ. ഹലോ സാർ. വിനോദേ, എന്താ നിന്റെ ഉദ്ദേശം? ഡെഡ് ലൈൻ ആവാറേ. ഞാനൊന്ന് നാട്ടിൽ പോയി വന്നപ്പോഴേക്കും എന്താ ഇവിടെ നടന്നേ? 25th ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? പോർട്ടലിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഷോർട്ട് ഫോൾ ആണല്ലോ കാണണേ. സാറേ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സാറേ. അപ്പോൾ ഒരു 5-8 ലോഗിൻസ് കിട്ടിയതാണ്, പക്ഷേ ആക്ച്വലി അതൊന്നും എലിജിബിലിറ്റി മീറ്റ് ചെയ്തില്ല. അതാണ്. വിനോദ, എനിക്ക് നിന്റെ കഥകളൊന്നും കേൾക്കണ്ട. ആരുടെങ്കിലും കയ്യിന് പിടിച്ചോ കാലിന് പിടിച്ചോ നീ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കിക്കോ. ഇപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവര് ഡയറക്റ്റ് ഫയറിംഗ് ആണ്, അറിയാലോ. അടുത്ത ആഴ്ച റിവ്യൂ മീറ്റിംഗ് ആണ്. എനിക്ക് നല്ല പ്രഷർ ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തതാ. ഇത്തവണ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഹെൽപ്പ് നീ പ്രതീക്ഷിക്കണ്ട. അല്ല സാറേ, സാർ ഹലോ. എപ്പോഴും നോക്കിയാടാ നശിപ്പിച്ച് പ്രശ്നമാക്കരുത് സാറേ. അറിയാണ്ട് പറ്റിയതാ സാറേ. സാറേ പ്രശ്നമാക്കരുത് സാറേ. ഏത് ഹോട്ടലാടാ? ഓണർ അറിഞ്ഞ കംപ്ലൈന്റ് ആവും സാറേ. ജോലി ആവും സാറേ. വിളിക്കരുത്. വിസിറ്റിലാണ് സാറേ, വിസിറ്റില്ല. പ്ലീസ് സാർ. ഞാൻ ഷർട്ട് കണ്ടോ? കണ്ടു. എടാ, മനുഷ്യന്റെ 100,000 പ്രശ്നങ്ങൾ കിടക്കി നിൽക്കുമ്പോൾ അതുപോലെ വള്ളിക്കെട്ട് വട്ടം നീ വരല്ലേ? പ്രശ്നം ഉണ്ടാക്കരുത് സാർ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം സാർ. പ്ലീസ് സാർ, പ്ലീസ്. സാർ ഇതൊന്നും മാച്ച് ആവണില്ലല്ലോ. ഹലോ രഞ്ജിത്ത്, എന്താണ് പോർട്ടലിൽ കാണിച്ചു വെച്ചേക്കണേ? റിപ്പോർട്ട്സും പോർട്ടലും തമ്മിലൊരു മാച്ച് ഇല്ലല്ലോ. ഇങ്ങനെയാണോ ഞാൻ ചെയ്യാൻ പറഞ്ഞേ? ഒന്നും പറയണ്ട, ഞാൻ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് എല്ലാം ശരിയാക്കണം. പിന്നെ രഞ്ജിത്തിന്റെ ഫീൽഡ് വർക്ക് ഒന്ന് എവിടെയാ? ഇല്ല, ആ വിനോദിനെ കൂടി ഒന്ന് കൂടെ കൂട്ടിക്കോ. അവൻ എന്തെങ്കിലും ലീഡ് കിട്ടണ കിട്ടിക്കോട്ടെ. ഓക്കെ, ശരി. ഇതാണ് ഈ മന്തിൻ്റെ ലീവ് എടുത്താനുള്ള പ്രശ്നം. വെറുതെ മനുഷ്യൻ്റെ BP വരാനായിട്ട്. ഹലോ.
പറയടോ. ആ ചേട്ടാ, ഫ്ലൈറ്റ് ഒക്കെ ഓൺ ടൈം ആയിരുന്നോ? ആ, എപ്പോഴാ എത്തിയേ? ഞാൻ വെളുപ്പിനൊരു 3 മണിയൊക്കെ പറ്റിയടോ. ആണല്ലേ? അതെ, ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? ഒന്നും കാണാനില്ലല്ലോ. ഏയ്, അവിടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ നാട്ടിലേക്ക് വന്നേക്കാൻ മുന്നേ എല്ലാം ക്ലീൻ ചെയ്തിട്ടാ പോന്നേ. ചേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചൂടെ? ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറെ നേരമായി. അവരിതുവരെ എത്തിയില്ലേ. ചേട്ടൻ എന്താ ഇത്ര നേരത്തെ എണീറ്റേ? ഒന്നാമത് ലേറ്റ് ആയിട്ടല്ലേ എത്തിയേ? ഏയ് മന്ദന്റെ അല്ലടോ, എന്റെ റിപ്പോർട്ട്സ് ഒന്നും ആയിട്ടില്ല. എനിക്കാണെങ്കിൽ ചെറിയൊരു തലകറക്കമുണ്ട്. ആഹാ, കൊള്ളാം. അപ്പൊ ഇതുവരെ മരുന്നൊന്നും കഴിച്ചില്ല അല്ലേ? അതെങ്ങനെയാണ്? വെറും വീട്ടിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. താൻ ഒരു കാര്യം ചെയ്താൽ വെച്ചോ, ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ആ, വേഗം വിളിക്ക്. ചേട്ടാ, ഈ C23 ബിൽഡിംഗ് എവിടെ അറിയോ? ആ, അതുകൊണ്ട് ആ ഇടയ്ക്കത്തെ മഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അപ്പുറത്ത് രണ്ടാമത്തെ റൈറ്റ് എടുത്താൽ മതി. അവിടുന്ന് രണ്ടാമത്തെ റേറ്റ് അല്ലേ? ഓക്കെ. ഇത് ഈ റീചാർജ് കൂപ്പൺ ഒന്ന് ചേട്ടാ, അടിച്ചാൽ മതി. തീരെ സമയമില്ല, വീട്ടിലോട്ട് വിളിക്കാനാണ്. ഒരു ഡിലേ അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കടയിലെ ചെറുക്കൻ അവൻ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന കേട്ടോ. ആണോ? ഇന്ന് അവനെ കാണാനില്ല അവിടെ. ഇത് ഈ ഓർഡറും കുറച്ച് ലേറ്റ് ആയേ, പെട്ടെന്ന് കൊടുക്കാനാണ്. ഓക്കെ, ഞാൻ ഭയങ്കര ഡിലേ ആണ്, ലേറ്റ് ആയി പോയി. മെസ്സേജ് എല്ലാം വന്നോ? മെസ്സേജ് വന്നോളൂ ചേട്ടാ. ഓക്കെ, ശരി. നീയേ നിന്നെ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലേ? എവിടെ? ഞാൻ ഈ ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ആ, അവിടെ പുതിയ ആളാണ്, വിസിറ്റിലാണ് എത്തിയിട്ടുള്ളത്, 4 മാസമായിട്ടുള്ള എത്തിയിട്ട്. ശരി, കാണാം ചേട്ടാ. ഓക്കെ സാറ്. എത്ര നേരമായിടോ വെയിറ്റ് ചെയ്ത്? സോറി സാറേ, ബിൽഡിംഗ് ഒന്ന് തെറ്റിപ്പോയി, അതാ കൺഫ്യൂഷൻ ആയത്. എന്തുവാടോ? സാറേ, സാർ ഓക്കെ അല്ലേ സാറേ? സാറേ, സാറേ, ഈശ്വരാ, എന്താ ചെയ്യാ? സാറേ, സാറേ, എനിക്ക് സാറേ, സാറേ, ഓക്കെ ആയാ? എന്താ വേണ്ടേ സാറിന്? സാറേ, ഓക്കെ ആയാ? ഓക്കെ ആയാ? സാർ ഇവിടെ ഒറ്റയ്ക്കാണോ? ഞാൻ ആരെങ്കിലും വിളിക്കണോ? വേറെ എന്തെങ്കിലും വേണോ സാറിന്? ടാബ്ലറ്റ് ഒന്ന് എടുത്തരോ? ഓക്കെ. ആ ഇക്ക, നീ ഏറെ പോയി കിടക്കുന്നു. എനിക്ക് വേഗം വന്നൂടെ? ആ ഞാൻ ഇപ്പൊ എത്തും. വേബാ, ബാക്കി ഞാൻ പതിരുന്ന് കാണിച്ചു തരാട്ടെ എനിക്ക്. ഞാൻ ഒന്ന് എണീറ്റാലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ എന്നാ പൊക്കോട്ടെ സാറേ. എടോ, താനില്ലായിരുന്നെങ്കിൽ സാറ് ഞാൻ താഴെ എത്തിയിട്ടുണ്ടേ. ഓക്കെ, ഞാനെത്തി. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് പോലെട്ടോ. എന്തൊക്കെയുണ്ട്? ഒരു മാസം ഞാനില്ലാത്ത പാർട്ടി കൂടെയായിരുന്നു. ഞാനേ ആ സോഫിയ മാഡത്തിന്റെ കൂടെ ആയിരുന്നു കേട്ടോ. സാറ് എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? വെക്കേഷനൊക്കെ നന്നായിരുന്നു. നല്ല മഴയായിരുന്നുകൊണ്ട് അധികം പുറത്തേക്കൊന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ല. ഈ കാലാവസ്ഥയുടെ കാര്യം ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല അങ്ങനെ. മോളുടെ കല്യാണക്കാരൊക്കെ ഏതുവരെ? അതെ സാറേ, അത് പറഞ്ഞപ്പോഴാ ഞാൻ മറ്റന്നാൾ നാട്ടിലോട്ടൊന്ന് പോവുക കേട്ടോ, മോളുടെ കല്യാണത്തെ കാര്യത്തിന് വേണ്ടിയിട്ടേ. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അവള് ഈ ഇതൊക്കെ നടത്തുന്ന ആൾക്കാരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ഇപ്പം ബന്ധുക്കളൊന്നും വേണ്ടല്ലോ, പൈസ കൊടുത്താൽ മതി, എല്ലാം പിന്നെ വീഡിയോക്കകത്തെല്ലാം ഇഞ്ഞ് വരും. ഇവന്റ് മാനേജ്മെന്റ് അല്ലേ? അതെ, അങ്ങനെ എന്തോ ഒരു സാധനത്തിന്റെ അകത്താ. അതൊക്കെ ഭംഗിയായിട്ട് നടക്കും. കല്യാണം എന്താണ്? ഞാൻ വൈഫിനോട് പറയാം. അപ്പൊ വൈഫ് നാട്ടിൽ നിന്ന് വന്നില്ല? ഇല്ല പോളേട്ടാ,
അവർ 2 ആഴ്ച കഴിഞ്ഞേ വരും. അപ്പം സാറിന് ഈ 2 ആഴ്ചത്തേക്ക് ഫുഡൊക്കെ എന്തോ പ്രശ്നമാവുമല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ 2 ആഴ്ച ഫുഡൊന്നും ആവശ്യം വരില്ല. അതെന്ത് പറ്റി സാറേ? ഒന്നുമില്ല. പോയിട്ടാണോ സാറേ? സാർ ഷിനാസെ എവിടത്? എടാ ഇപ്പം എപ്പോഴും ഇരിക്കട്ടെ, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ വൈകിട്ട് വന്നിടത്തോളം. ഇതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ശരിയാവില്ല. നിന്റെ ഓട്ടോ ഇതുവരെ തീർന്നില്ലടാ. ഇവരൊക്കെ കണ്ടിട്ട് വല്ലതും നടക്കുമോ? ഓ എവിടുന്ന് ഒക്കെ റിജക്റ്റ് ആവുക. നിനക്കറിയാലോ, വൈഫിൻ്റെ ഗോൾഡ് പണം വെച്ച് ഇടം വരെ ഓടിച്ചത്. ഇനി വെള്ളിയിലൊന്നുമില്ല എൻ്റെ. മോളെ ഒരു മിനിറ്റ്. ചേട്ടാ ഈ ചുരിദാറിന്റെ സെക്ഷൻ എവിടെയായിരുന്നു? അത് ആ ഭാഗത്താണ് ചേട്ടാ. കിരണ ആ ചേട്ടനൊന്ന് കാണിച്ചു കൊടുത്തു. നീ പിന്നെ എന്താ പിങ്ക് പർപ്പിളില്ലേ പറഞ്ഞേ? ഈ പർപ്പിൾ മീഡിയം സൈസ് ചുരിദാർ വേണമായിരുന്നു. ഇതെല്ലാം മീഡിയം സൈസാണ്. എടാ ഇന്നത്തെങ്കിലും എന്തെങ്കിലും നടക്കുമോ? അറിയില്ലടാ, വർക്കാവണം. നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് ഇനി 10 ദിവസമല്ലേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ശരിയായ HR റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ റെഡിയാവണം. നീ വിഷമിക്കണ്ടടാ, എല്ലാം സെറ്റാവും. ഞാൻ ചെല്ലട്ടെ, മീറ്റിങ്ങിന് സമയമായി. നിൽക്കടാ, ഞാനുണ്ട്. ഒന്ന് വലിക്കണം. കിരണ കൗണ്ടർ നോക്കിയോളാം. സാറ് നോക്കിയ കൗണ്ടർ ഉണ്ടാവേ. എടാ ഫീൽഡ് വർക്ക് എവിടെയാടാ? എടാ ഒരു 15 മിനിറ്റ് ഞാനിപ്പോൾ വരാവേ. ശരി. എടാ മോനെ എക്സിക്യൂട്ടീവ് ഷർട്ട് എവിടെയല്ലേ? ലാസ്റ്റ് റോയിലാണ്. ആണോ? ആദ്യം വേണമായിരുന്നോ? ഓക്കെ, താങ്ക് യു. ഓക്കെ ശരി. മോനെ ഒന്ന് കട്ട് ചെയ്ത് തന്നെ. സൈസ് ഓക്കെ ആണോ? സൈസോ? ട്രയൽ റൂം എവിടെയാ? ട്രയൽ റൂം കവറിൽ ഞാൻ കാണിച്ചു തരാം. മോളെ ഞാൻ ഈ വാങ്ങിച്ച ഉടുപ്പേ ഞാൻ വാട്സപ്പിൽ ഒന്ന് അയച്ചു തരാം കേട്ടോ. ഫോട്ടോ ഒന്ന് അയച്ചു തരാം ഇപ്പോഴേ. സാറേ ഞാനിപ്പോൾ വരാം കേട്ടോ. ബില്ല് ചെയ്തേക്കോ. സാറേ ഒരു ഷർട്ട് ഒന്ന് ബില്ല് ചെയ്തേക്കണേ. സാറേ ഷർട്ട് മാത്രം? അതെ. ചേട്ടനാണോ ഷിനാസ്? അല്ല. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ? എൻ്റെ ബാഗിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഷിനാസിന്റെ ഫ്രണ്ടാണ്. അവൻ കുറെ ബിസിനസ് ആവശ്യത്തിനായിട്ട് കുറെ ലോൺ തപ്പി എടുക്കണ്ടായിരുന്നു. ഒന്നും കൂടി ശരിയായിട്ടില്ല. സാറിന് വല്ല ബാങ്കേഴ്സിനെ അറിയോ? ഈ ഷിനാസിൻ്റെ നമ്പർ ഒന്ന് കിട്ടുമോ?
ഹലോ ആ ഹലോ. ആ ഷിനാസ് സാർ. ആ സാറേ പറഞ്ഞു. സാറേ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു, അത് എല്ലാം ഓക്കെയാണ്. ഓ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു 1 വീക്കിനുള്ളിൽ അപ്രൂവൽ കിട്ടുമായിരിക്കും. സാർ നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് ബാംഗ്ലൂർ ഇറങ്ങോ? ഉറപ്പായിട്ട് ഇറങ്ങി സാറേ. ശരി, ഞാനുണ്ടാവും. ഓ ശരി. ഓക്കെ അപ്പോൾ നാളെ കാണാം. താങ്ക് യു. ഹലോ അമ്മ. അതെ, രാജേഷനോട് ഇനി കാശ് കടം ചോദിക്കണ്ട കേട്ടോ. ഞാനിട്ടോളാം. ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി, അതായത് റിപ്ലൈ തരാറുണ്ട്. ശരി, ഞാൻ വീട്ടിലെത്തിരി വിളിക്കാവേ. ഓക്കെ എന്നാ. മനുഷ്യന് 100,000 പ്രശ്നം കിടക്കുന്നു, വള്ളിക്കെട്ട് വട്ടം നീ വരല്ല.